എത്തിച്ചേരുന്നു. AK അഭിലാഷ്, തിരുവനന്തപുരത്തെ കാഴ്ച നമ്മൾ കണ്ടു, എറണാകുളത്തെ കാഴ്ചയും നമ്മൾ കണ്ടു. കോഴിക്കോട്ട് എങ്ങനെയാണ് ഓശാന ഞായർ കുരുത്തോല പ്രദക്ഷിണവും ഈ വിശ്വാസികൾ പള്ളിയിലെത്തുന്നതുമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? AK അഭിലാഷ്. അരുൺ, ഇന്ന് ഈ ഓശാന പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരിപാടികളാണ് ഇപ്പോൾ വിവിധ പള്ളികളിലൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട്ടെ വർഗീസ് ചക്കാലക്കലിൻ്റെ നേതൃത്വത്തിലാണ് ശുശ്രൂഷ ചടങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. വർഗീസ് ചക്കാലക്കൽ ഇപ്പോൾ നമ്മെ കാണുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് വലിയ തരത്തിലുള്ള പീഡാനുഭവങ്ങളിലൂടെയാണ് യേശു കടന്നുപോയത്. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഇപ്പോൾ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഏതായാലും കോഴിക്കോട്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ, കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള വിവിധ പരിപാടികളുണ്ട്. മേരി കത്തീഡ്രൽ പള്ളിയിലാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നിരവധി ആളുകൾ, വിശ്വാസികൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് പീഡാനുഭവത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള ജെറുസലേമിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആ സ്മരണയിലാണ് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസികളൊക്കെ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ കോഴിക്കോട്ടെ പള്ളികളിലൊക്കെ നടക്കുകയും ചെയ്തത്. ഏതായാലും ഒരാഴ്ച നീളുന്ന വിവിധ പരിപാടികൾ പല പള്ളികളിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശുശ്രൂഷ ചടങ്ങുകൾ ഇപ്പോൾ വർഗീസ് ചക്കാലക്കലാണ് ആചരണത്തിന്റെ വിശേഷങ്ങൾ നൽകുന്നത്. എറണാകുളത്ത് സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ നിന്ന് റോഷിപാൽ നമുക്കൊപ്പം ചേർന്നിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പാളയം പള്ളിയിൽ നിന്ന് അല്ലമീനും പ്രേക്ഷകർക്കൊപ്പം ചേർന്നിരുന്നു. നമുക്ക് അല്പസമയത്തിനും കഴിഞ്ഞ് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്കും വാർത്തകളിലേക്കും മടങ്ങിയെത്താം.